കണ്ണ എവിടെയാണോ വെച്ചിരിക്കുന്നത്? സൂക്ഷിച്ച് ഓടിക്കണോ, എവിടെയെങ്കിലും പോയി ഇടിച്ചാലുണ്ടല്ലോ. അയ്യോ അയ്യോ എന്റെ അമ്മോ. നീ ഇപ്പൊ നമ്മള് രണ്ടുപേരെയും കൊല്ലായിരുന്നു. സൂക്ഷിച്ച് ഓടിക്കണ. അയ്യോ ഒന്ന് പിടിച്ചിരുന്നോടാ. ഇത് എന്തുമാത്രം പാറകളാ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് വീട്ടിലേക്ക് പോകണം. ഇനി നമ്മള് റേസ് ജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ പറ്റില്ലടാ. ഏറ്റവും ആദ്യം നമുക്ക് മോട്ടു പത്ലുവിന്റെ വഴിയിൽ തടസ്സമുണ്ടാക്കണം. നമുക്ക് ഇവന്മാരെ ഈ വെള്ളത്തിലിട്ട് മുക്കി കളഞ്ഞാലോ? ചുമ്മാ ഇരിക്കുന്ന സമയത്ത് രണ്ട് പുസ്തകം പഠിച്ചിരുന്നെങ്കിൽ എന്ത് കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് നിനക്ക് മനസ്സിലായാലേ. അതിന്റെ കുറെ ഇപ്പൊ മനസ്സിലായോ? ശരി. എന്നെ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങോട്ട് നോക്കേ, മുൻപോട്ട്. ഞാൻ എന്തിനാണ് മുമ്പോട്ട് നോക്കട്ടെ? നിനക്ക് വേണം മുമ്പോട്ട് നോക്കടാ. ഞാൻ നിന്റെ വാക്ക് എന്തിനു കേക്കണം? ഓക്കേ, എന്റെ വാക്ക് കേൾക്കണ്ട. മുന്നോട്ട് നോക്കിയില്ലെങ്കിൽ എല്ലാം കൂടെ മേലോട്ട് പോകും. ഞാൻ നോക്കില്ല. മോട്ടു മുമ്പിലേക്ക് നോക്കേ. മോട്ടു നോക്കേ നോക്കേ. സൂക്ഷിച്ചേ. ബൈ ബൈ മോട്ടു പത്ലു. വീണ്ടും നമ്മൾ തമ്മിൽ കാണണ്ട. അങ്ങനെ രണ്ട് കോമ്പറ്റീറ്റർ കുറഞ്ഞിരിക്കുന്നു. മോട്ടു പത്ലു, നമുക്ക് പിന്നെ കാണാട്ടാ. അത് പൊളിച്ചു. ബൈ ബൈ. നമ്മൾ ഇവിടെ പെട്ടി കിടക്കുക. അവിടെ അവന്മാർക്ക് തമാശ. ഒന്ന് കൈ കിട്ടിയാ പിന്നെ കാണിച്ചു കൊടുക്കാം. എന്റെ അമ്മോ മോട്ടു പത്ലു, നിങ്ങൾ ബൈ എയറിലല്ല പോകേണ്ടത്, ഈ റിവറിലാണ് യാത്ര ചെയ്യേണ്ടത്. മനസ്സിലായോ? മോട്ടു, എന്റെ കയ്യിൽ നിന്ന് ബാലൻസ് പോകുന്നുണ്ട്. നടുവിലേക്ക് വന്ന് നിൽക്ക. മോട്ടു, വേണ്ട വേണ്ട വേണ്ട. മോട്ടു പത്ലു, ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കൂ നമ്മുടെ മോട്ടു പത്ലുവിന്റെ സ്ഥിരം മാജിക്. അതെ ചിങ്കം സാറേ, മോട്ടു പത്ലു ഈസ് ബാക്ക്. എടാ മോരെ, ഓവർക്രാഫ്റ്റ് കണ്ണു തുറന്നോണ്ട് ഓടിക്കണേ. അതെ അച്ഛാ. എന്തൊരു മനോഹരമായ കാഴ്ചയാണ് മോട്ടു പത്ലു. ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ? അങ്ങോട്ട് നോക്കിയേ, ഒരു മാന് മാത്രമല്ല പെൺകുയിലുണ്ട്. ബ്യൂട്ടിഫുൾ. ഞാൻ എല്ലാവരുടെയും പുറകിലാണല്ലോ. ഞാനിപ്പോ റേസിൽ എങ്ങനെ ജയിക്കുക? ഇതെന്താ ഇത്രയും പക്ഷികൾ എന്റെ അടുത്തേക്ക് വരുന്നത്? എന്റെ അമ്മോ, രക്ഷിക്കുക രക്ഷിക്കുക, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്, കൊത്തല്ലേ, രക്ഷിക്കുക. എന്റെ സോറാവരി ചേട്ടാ, ഇതൊരു ചെറിയ കിളിയല്ലേ, അതിനെ എന്തിനാ പേടിക്കുന്നേ? അതെ, അങ്ങോട്ട് നോക്കിയേ, എത്ര ഫ്ലൈയിങ് ഫിഷാ വരുന്നേന്ന്. രണ്ട് പുസ്തകം കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ ഫിഷിന്റെ പുറകിൽ നിനക്ക് നോക്കാൻ കഴിയുമായിരുന്നു. കാരണം വലിയൊരു ക്രോക്കഡൈൽ അതിനെ ചേസ് ചെയ്ത് പോവുകയാണ്. രണ്ട് കോമ്പറ്റീറ്ററിനെ കൂടി കുറയ്ക്കേണ്ട സമയമായിരിക്കുന്നു. നീ എന്തൊക്കെ ചെയ്ത? ഇതിപ്പോ എന്ത് മാരണമാ എന്റെ പത്ലു? പൊളിച്ച
പിടിച്ചെടുത്തല്ലോ, രക്ഷിക്കണേ. ബ്രോ എനിക്ക് വിശ്വസിക്കാൻ ഇത്രയും വലിയ ക്രോക്കഡൈലോ? പത്ലു, നമുക്ക് അവരെ സഹായിച്ചേ പറ്റൂ. വാ മോട്ടു. എങ്കി വാ. ഏയ് മുതലേ, അവരെ രണ്ടുപേരെയും വിട്ടേക്ക്. എടാ പത്ലു, ഈ ബോട്ട് എന്തിനാണ് പുറകോട്ട് പോണേ? മോട്ടു ബോട്ടിന്റെ സ്പീഡ് കൂട്ടാൻ നോക്ക്. സ്പീഡ് ഞാൻ കൂട്ടുന്നൊക്കെ ഉണ്ട്, പക്ഷെ ബോട്ട് മുന്നോട്ട് പോകുന്നില്ല. അയ്യോ, ഇവിടെ എന്താ ഈ നടക്കുന്നത്? ബോട്ട് എന്താ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നത്? ആരാ നമ്മളെ പിടിച്ച് വലിക്കുന്നെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ പോയിക്കോ, ഞങ്ങളെ കൊണ്ട് പോരാൻ കഴിയില്ല. ഓൾ ദി ബെസ്റ്റ്. മോട്ടു ബോട്ടിൽ മുറുക്കി പിടിച്ചോ. എല്ലാവരുടെ ബോട്ടും പുറകോട്ട് പോകുന്നു. അയ്യോ, എടാ പത്ലു, ഇത്രയും വലിയ വെള്ളച്ചാട്ടമോ? അയ്യോ, ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എല്ലാരും ബോട്ട് ടൈറ്റായിട്ട് പിടിച്ചോ. അയ്യോ, yes. Yes. അടിക്കത്തല്ല. ഇത് എന്തൊരു അപകടം നിറഞ്ഞ റേസാണ്. ഞാൻ പേടിച്ച് ആദ്യം എത്തി. ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? അവന്റെ അടുത്ത് ഗണ്ണുണ്ട്. അയ്യോ വേണ്ട. എന്താ പറ്റിയ? അയാളുടെ കയ്യില് കണ്ണുണ്ട്. സോറാവർ, എന്താ പറ്റിയ നിനക്ക്? രക്ഷിക്കണേ. നിക്ക് സോറാവർ, എന്താ താൻ ചെയ്യുന്നേ? വേണ്ടേട്ടാ, മോട്ടും മതിലും പോകുന്നില്ലേ? എനിക്ക് വരാൻ പറ്റില്ല. എന്റെ തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് തല ഇറങ്ങുന്നു. ഈ മത്സരത്തിൽ ബോട്ടും പത്രും ആണ് ജയിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഒരു കളിയിൽ പോലും അവരുടെ അടുത്ത് ജയിച്ചിട്ടില്ലെന്നേ. ഞാൻ നിങ്ങളെ തടയുന്നത് കണ്ടോ? സോറാവർ, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. വേണ്ട വേണ്ട വേണ്ട. ദൈവമേ, ദൈവമേ, രക്ഷിക്കണേ ഞങ്ങളെ. സോറാവർ, സോറാവർ വേണ്ട. വേഗം ജമ്പ് ചെയ്യും മോട്ടു. അയ്യോ, ഞാൻ പോവാ. മുകളിലേക്ക് വാ. ബൈ ബൈ കൂട്ടുകാരെ. ബൈ ബൈ.
പത്തിലു ഇനി എന്തോരം ഓടാനുണ്ട്? ഈ ഫ്ലോട്ടിംഗ് മൗണ്ടൻ തീരുന്നത് പോലും ഇല്ലല്ലോ. പിന്നെ ആ സോറാവറിന് എന്താ സംഭവിച്ചത് പോലും മനസ്സിലാവുന്നില്ല. ആ അതെ മോട്ടു, ഇതിൽ ആലോചിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ എല്ലാവരെക്കാളും ഭയന്നിരുന്നതും എല്ലാവരെക്കാളും പിന്നാലെ ഇരുന്നതുമായ ജൊറോബർ ഇപ്പൊ എല്ലാവരെക്കാളും മുൻപിലാണുള്ളത്. നിൽക്ക്, ഇവിടെ തന്നെ നിൽക്കും മോട്ടു. നമ്മളിപ്പോ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പത്തിലു നമ്മള് ഫസ്റ്റായി. അതാരാണ്? അത് ശരി, സോറാവറോ? എടാ, നീ ഞങ്ങളെക്കാളും മുമ്പ് എത്തിയോ? സോറാവർ, നിനക്ക് പെട്ടെന്ന് എന്താ ഈ സംഭവിച്ചേ? യാത്ര തുടങ്ങിയപ്പോ നീ വളരെ പേടിച്ച് വിറച്ചായിരുന്നല്ലോ ഇരുന്നേ. എന്നിട്ട് വിജയത്തിന് അടുത്ത് എത്തിയപ്പോ നീ ഞങ്ങളെ ആക്രമിച്ചു. സൊറോവർ, ഞങ്ങൾക്കറിയാം ഇതെല്ലാം നീ ചെയ്യുന്നത് നിന്റെ ഗ്രാമത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന്. സോറാവർ ചേട്ടാ, ആശംസകളുണ്ട്. നിങ്ങളുടെ ഗ്രാമം രക്ഷപ്പെടും. നിങ്ങൾക്ക് 500 കോടി കിട്ടിയല്ലേ? ഞങ്ങൾക്ക് 300 കോടി തന്നെ ധാരാളമാണ്. ഗ്രാമം രക്ഷപ്പെടുന്നു. ഞാൻ എന്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ രണ്ടുപേരും വെറും പാവമാണ്. ഈ കേസിൽ ആർക്കും ഒരു കാശും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ഇത്രയും ദൂരം സുരക്ഷയോടെ വരണം. അതുകൊണ്ട് ഞാൻ റേസിനെ കാരണം കാട്ടി നിങ്ങൾ എല്ലാവരെയും ട്രാപ്പ് ചെയ്തു. റേസ് എല്ലാം കെട്ടുകഥയാ. നിങ്ങൾക്ക് ഇനി തിരിച്ചു പോകാം. ഇതിനേക്കാളും നല്ലത് നീ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങായിരുന്നു. ഈ സ്ഥലം 2 നാടിന്റെ നടുക്കുള്ള നോമാൻസ് ലാൻഡ് ആണ്. ഇതിന്റെ മുകളിൽ കൂടി ഹെലികോപ്റ്റർ വലതും പറക്കുവാണെങ്കിൽ 2 നാടിന്റെയും റേഡാറും ഒന്നു ചേർന്ന് അതിനെ ഡിറ്റക്ട് ചെയ്തേക്കും. പിന്നെ ഇവിടെ ബോംബ് കൊണ്ടുള്ള അറ്റാക്ക് ആയിരിക്കും. ഈ കാര്യം മുഴുവനും ലോകമറിയും. ഞാൻ ഇവിടെ വരുന്ന കാര്യം ആരും അറിയരുതെന്നായിരുന്നു എന്റെ ഉദ്ദേശം. എന്തുകൊണ്ട്? അങ്ങനെ എന്ത് സീക്രട്ട് ആണ് ഇവിടെ ഉള്ളത്? അത് എന്റെ സീക്രട്ട് ആണ്. അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ സംബന്ധിച്ചോളം ഈ റേസ് അവസാനിച്ചു. Now you go back. എന്ത്? ഞാൻ പോവുകയാണ്. Bye. സോറാവർ, നീ എന്ത് ചെയ്യാൻ വന്നതാണോ അത് നിന്നെ കൊണ്ട് ഞങ്ങൾ സാധിപ്പിക്കില്ല. സോറാവർ, ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. നീ എവിടെ വരെ പോകും? ഞാൻ ഈ മിഷനിൽ ജയിക്കാൻ പോകുന്നത് ആർക്കും ഇനി തടയാൻ കഴിയില്ല. എവിടെ പോയി? അയ്യോ, എടാ പത്തിലു, ഈ പാരാഷൂട്ട് തുറക്കണ ഹാൻഡിൽ എവിടെയാടാ? മോട്ടു, നമ്മുടെ ബാക്ക് പാക്കില് പാരഷൂട്ട് എന്ന് പറഞ്ഞൊരു സാധനമല്ല. അവനുള്ള പാരഷൂട്ട് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്ത്? പക്ഷെ ഇത് ചീറ്റിംഗ് അല്ലേ? റേസ് ആണ്, കോമ്പറ്റീഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും നിയമം ഒരേപോലെ ആയിരിക്കണ്ടേ പത്തിലു? ഞാൻ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു ഡയമണ്ട് വാലി. മോട്ടു, വേഗം അവന്റെ പാരഷൂട്ടിൽ പോയി ലാൻഡ് ചെയ്യാം. വാ, നമുക്ക് രക്ഷപ്പെടാൻ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. കലക്ക് മോട്ടു. എന്താ ഇത്? ആരാണ് മേലെ? എടാ പത്തിലു, എനിക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നത്? അതായത് ഞാൻ താഴോട്ട് തെന്നിപ്പോവാ. എന്റെ സോറാവർ ചേട്ടാ, ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടാ പോണേ? നിങ്ങൾ എവിടെ പോവാണേലും ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പോ. പറഞ്ഞ നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ. അവസാനിച്ചില്ലേ? അല്ല, ഞങ്ങള് നിങ്ങളെ അത്ര പെട്ടെന്ന് വിടാൻ പോകുന്നില്ല. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പോവെന്നാ തോന്നുന്നേ. പത്തിലു, ഇത് നമ്മൾ ഏത് ലോകത്താണ് എത്തിയത് പത്തിലു? ഇവിടെ എല്ലാ സാധനങ്ങളും തലതിരിച്ചാണല്ലോ. ഇല്ല, ആകാശത്ത് നിന്ന് വീണ് മരത്തിന് കുടുങ്ങിയിരിക്കുക. മോട്ടിപ്പത്തിലു, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും മടങ്ങിയില്ലേ പോകാൻ പറഞ്ഞേ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഇനി ഇവിടെ തന്നെ തലകുത്തനെ തൂങ്ങി കിടന്നോളൂ. ശരി, ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണെന്ന് നോക്കാം. ഡയമണ്ട് വാലി കേവ്. യെസ് യെസ്, ഞാനിപ്പോൾ ശരിയായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ബൈ ബൈ മോട്ടു പത്ലു. സോറാവർ, റേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അത് നിന്റെ ദി എൻഡ് കൊണ്ടേ തീരൂ.
ഇത് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നുണ്ടല്ലോ. എന്തൊരു രസമാണ്. അതും എണ്ണാൻ പറ്റാത്ത അത്രേ. യെസ് യെസ്, ഞാൻ വാലി ഓഫ് ഡയമണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. എനിക്ക് മാത്രം ആ ബാഡ് ഷേപ്പ് ഡയമണ്ട് കിട്ടുവാണെങ്കിൽ ഞാനായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. എല്ലാരേക്കാളും ശക്തിവാനുമായിരിക്കും. ഇതാണ് ലാസ്റ്റ് ചാലഞ്ച്. ഇതിന്റെ അങ്ങേ ഭാഗത്തുണ്ട് ഒരു പവർ. അതെന്നെ ഈ ലോകത്തിന്റെ പവർഫുൾ ആൻഡ് കോടീശ്വരനാക്കി മാറ്റും. മോട്ടു, പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും മോട്ടു. എങ്ങനെയാടാ ഇതൊന്ന് പുറത്തിറങ്ങട്ടെ? എടാ സൊറാവർ, ഇതിന്റെ അകത്തേക്കാ പോയത്. വാ, നമുക്ക് അവരെ കണ്ടുപിടിച്ചാ പറ്റൂ. പത്ലു, ഈ കേവ് ഫുൾ ഓഫ് ഡയമണ്ട്സ് ആണല്ലോ. എനിക്ക് തോന്നുന്നു ഇതാണ് വാലി ഓഫ് ഡയമണ്ട്സ്. നീ പറഞ്ഞത് ശരിയാണ് മോട്ടു. ഇതിനു വേണ്ടിയാണ് ആ സൊറാവർ ഇത്രയും അധികം റിസ്ക് എടുത്തിരിക്കുന്നത്. Watch India's largest kids library only on Jio Hotstar. Download the app now.